ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കർക്കിടക മാസത്തിൽ നമ്മൾ പറഞ്ഞു വിട്ടിട്ട് ഇന്ന് ചിങ്ങം 1-ാം തീയതിയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതുവത്സരാശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഉണ്ടാകുന്ന ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നന്നായിട്ട് ഫേസ് ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക്. പിന്നെ ചിലർക്ക് ഒരുപാട് പ്രായമൊന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ ഫേസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഡ്രൈനെസ്സും അതേപോലെ ചുളിവുകളും പിന്നെ ചുണ്ടിൻ്റെ സൈഡുകളിലൊക്കെ ഒരുപാട് പിഗ്മെൻറ്റേഷനും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കും. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. അപ്പം നല്ലൊരു ഫേസ് പാക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ ജ്യൂസ് ഞാൻ 1 സ്പൂണോളം എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് എടുക്കാം. 1 സ്പൂണോ അല്ലെങ്കിൽ 1/2 സ്പൂണോ ലെമൺ ജ്യൂസ് എടുത്താൽ മതി. പിന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഓറഞ്ച് ജ്യൂസ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, തൈര് കൊണ്ടുള്ള ഫേസ് പാക്കുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മുഖം നന്നായിട്ട് നിറം വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാനിത് 1 സ്പൂണിന് തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു തൈരും ഓറഞ്ച് ജ്യൂസും തമ്മിലുള്ള ഒരു ഫേസ് പാക്ക് നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ അത്. അപ്പോൾ ഇതിലും നമ്മൾ ചെയ്യുന്നത് തൈരും ഓറഞ്ച് ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയുടെ പൊടിയാണ്. ഞാനിത് ഉലുവ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ഉലുവ പൊടിക്കുമ്പോൾ നന്നായിട്ട് ഫൈൻ പൊടിയായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഇനി തരിതരിപ്പുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അരിച്ചെടുക്കുക. പിന്നെ ഈ ഒരു ഉലുവ നമ്മുടെ ഫേസിലുള്ള പിഗ്മെൻറ്റേഷന് മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പിഗ്മെൻറ്റേഷനും ചുളികളൊക്കെ മാറ്റി ഫേസ് നല്ല ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ ഉലുവയുടെ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുക. അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യാം. അപ്പം ഞാനിത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ചേഞ്ച് ഉണ്ട്. നിങ്ങൾ ഇത് ആദ്യ യൂസിൽ തന്നെ നന്നായിട്ടൊരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പം ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.